നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ വിവാഹത്തിനെടുക്കാന്ന് കരുതി ലോക്കറിൽ വെച്ചിരുന്ന ഇനി ഇത് അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനത് എടുത്തു. എനിക്കിതൊന്നും വേണ്ട അച്ഛാ. സ്നേഹയുടെ കല്യാണം എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അന്ന് തീരുമാനിച്ചുറപ്പിച്ചപ്പോഴും അതേ സ്വപ്നത്തിൽ നിന്നുകൊണ്ടാ എല്ലാം നടത്താമെന്ന് കരുതിയത്. അവളുടെ അമ്മയുടെ കുറച്ച് ആഭരണങ്ങൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. എന്നെങ്കിലും അവളെ മറ്റൊരാൾക്ക് പിടിച്ചേൽപ്പിക്കുമ്പോൾ കൊടുക്കണമെന്ന് കരുതിയതാ. ഒരു തവണ ഞാൻ അതിനെപ്പറ്റി നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. അന്ന് അവളുടെ വിവാഹ സമയത്ത് അത് എടുക്കാനും കൊടുക്കാനും ഒന്നും കഴിഞ്ഞില്ല. സച്ചിയെ കാണാതായതൊക്കെ കാരണം ഒന്നിനും പറ്റിയില്ല. ഇപ്പോ അവളായി തന്നെ അവളുടെ ജീവിതം തിരഞ്ഞെടുത്തു. നമ്മുടെ എല്ലാം എതിർപ്പിനെ വകവയ്ക്കാതെ അവള് ധനുഷിനെ വിവാഹം കഴിച്ചുവെങ്കിൽ അവളവനെ എത്രമാത്രം സ്നേഹിച്ചു കാണണം. പഴയതൊന്നും മനസ്സിൽ വെക്കാനും അത് വിദ്വേഷമായി കൊണ്ടു നടക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ആഭരണങ്ങൾ കൊടുക്കണോ വേണ്ടയോ എന്ന സംശയത്തിലാണ് ഞാൻ. മോളുടെ അഭിപ്രായം എന്താ? സ്നേഹയോട് എല്ലാം ക്ഷമിച്ചതുകൊണ്ട് തന്നെ ഞാനത് അവൾക്ക് കൊടുത്തോട്ടെ. അവളുടെ അമ്മയുടെ ഓർമ്മയെന്ന് പറയാൻ എൻ്റെ കയ്യിൽ അതേ ബാക്കിയുള്ളൂ. അച്ഛൻ്റെ മകൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ അത് അച്ഛൻ്റെ ഇഷ്ടം. അതിൽ അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല. എങ്കിലും അച്ഛനത് എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഞങ്ങൾക്കാർക്കും സ്നേഹയോട് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിലും അച്ഛനതിന് കഴിഞ്ഞത് വലിയ കാര്യം. എല്ലാ മക്കളെയും പോലെ ഇപ്പോഴും അച്ഛന് സ്നേഹയെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അച്ഛനൊരു സംശയമില്ലാതെ തന്നെ ആ ആഭരണങ്ങളൊക്കെ സ്നേഹയ്ക്ക് കൊടുക്കാം. അവളുടെ വിവാഹത്തിന്റെ സ്വപ്നങ്ങളിലൊന്ന് അച്ഛൻ അത് അവൾക്ക് കൊടുക്കുന്നതായിരുന്നു. അത് നടന്നില്ലെങ്കിലും ഇനി അത് അച്ഛന് ചെയ്യാം. ഏത് സാഹചര്യത്തിലായാലും അവളിപ്പോ ധനുഷിന്റെ ഭാര്യയായി മാറിക്കഴിഞ്ഞു. ഇനി അവരുടെ ജീവിതം അവർ ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കാനുള്ള ബാധ്യത അച്ഛനുണ്ട്. അതിലാദ്യത്തേത് ഇത് തന്നെ ആവട്ടെ. എനിക്കറിയാം എന്നോട് അഭിപ്രായം ചോദിച്ചില്ലെങ്കിലും ആ ആഭരണങ്ങൾ കൊടുക്കണം തന്നെയാ അച്ഛൻ്റെ മനസ്സിലെ ആഗ്രഹമെന്ന്. അതുകൊണ്ട് അച്ഛൻ അവൾക്കത് കൊടുത്തേക്ക്. പിന്നെ തൽക്കാലത്തേക്കെങ്കിലും ഇവിടെ മറ്റാരോടും ഇതേപ്പറ്റി അഭിപ്രായം ചോദിക്കണ്ട. എന്നെപ്പോലെ മറ്റുള്ളവരാരും ചിന്തിക്കണമെന്നില്ല. പുകഞ്ഞുകൊള്ളി പുറത്തു നിന്ന് ചിന്തിക്കുന്നവരുടെ അഭിപ്രായം അച്ഛനെ വിഷമിപ്പിക്കുന്നതായിരിക്കും. ഇനി ആരുടെ സമ്മതത്തിനും അച്ഛൻ കാത്തു നിൽക്കണ്ട. അച്ഛന് ശരിയെന്ന് തോന്നുന്ന കാര്യം അച്ഛൻ ചെയ്താൽ മതി. അതാരോടും പറയണമെന്നില്ല. അതെ, ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? ഈ മുറി മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. അപ്പുറത്തെ വീട്ടിലോ അടുക്കളയിലോ കയറാൻ നമുക്ക് അനുവാദം ഇല്ല. അപ്പൊ എന്തെങ്കിലും കഴിക്കണ്ടേ? ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. ശരിക്കും ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ധനുഷ്? നമുക്കിവിടുന്ന് എവിടെയെങ്കിലും മാറിയാലോ? എന്തിന്? ഈ പിണക്കവും വഴക്കൊക്കെ ഉടനെ മാറില്ലേ? അതുവരെയുള്ള പാടല്ലേ ഉള്ളൂ. ധനുഷിനത് എന്താ പറ്റിയത്? ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. ഇന്നലെ രാത്രി എന്നെ ഓരോന്ന് പറഞ്ഞ് ഒഴിവാക്കി. ഇന്ന് ഇത്ര നേരമായിട്ടും സ്നേഹത്തോടൊന്നും നോക്കിയതുമില്ല, സംസാരിച്ചതുമില്ല. വിവാഹം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ മടുത്തു ധനുഷിന്.
താൻ എന്തൊക്കെയാ ഈ പറയുന്നേ? മടുക്കാനോ? എല്ലാം തന്റെ തോന്നല് മാത്രമാ. ആണോ? ശരിക്കും? എത്ര കാത്തിരുന്നും ബഹളം വെച്ചോ നമ്മൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയത്. അതൊക്കെ ധനുഷ് മറന്നു. ഇതിനകത്ത് എന്ത് നടന്നാലും അത് ഞാൻ അറിയും. അതിനുള്ള ഒളിക്യാമറകളൊക്കെ ഞാൻ ഈ മുറിക്കകത്ത് വെച്ചിട്ടുണ്ട്. നിനക്കത് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. എന്താ ധനുഷ്, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ദേ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ പിണങ്ങുവേ. ഞാൻ പറഞ്ഞേക്കാം. ആ, ധനുഷ് ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അത് നന്നായി. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കൂടി കാണാനായിട്ട് വന്നോ. ഞാനിപ്പോ വന്നത് ഇത് നിങ്ങളെ ഏൽപ്പിക്കാനാ. നിന്റെ അമ്മയുടെ കുറച്ച് ആഭരണങ്ങളായത്. നിന്റെ വിവാഹത്തിനെടുക്കാന്ന് കരുതി ലോക്കറിൽ വെച്ചിരുന്ന. ഇനി ഇത് അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനത് എടുത്തു. ദാ. എനിക്കിതൊന്നും വേണ്ട അച്ഛ. അച്ഛൻ ഞങ്ങളെ അംഗീകരിച്ചത് തന്നെ വലിയൊരു കാര്യം. എന്റെ വിവാഹത്തിനായിട്ട് ഇത് ഇത്രയും കാലം സൂക്ഷിച്ചെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും അച്ഛൻ എന്റെ വിവാഹം കാണാൻ എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നു എന്ന്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന്റെ പുറകെ പോയപ്പോൾ അതൊന്നും ഓർത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് അർഹതപ്പെട്ടതല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സ്വത്തിന് വേണ്ടി കേസ് കൊടുത്തെങ്കിലും അതൊക്കെ അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടോ സ്വത്തുക്കൾക്ക് അവകാശം സ്ഥാപിക്കാനോ അല്ല. അത് ഇനിയെങ്കിലും അച്ഛൻ മനസ്സിലാക്കണം. പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. നിന്റെ ജീവിതം നീയായിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനിയും പഴയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതും അതിനുവേണ്ടി സമയം കളയുന്നതും മണ്ടത്തരമാണ്. ഇനിയുള്ള നിന്റെ ജീവിതത്തിന് നിന്റെ അച്ഛൻ്റെ സ്വത്തുക്കളുടെ സംരക്ഷണം നിനക്കുണ്ടാവും. ഇത് നിനക്കെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്നതാണ്. എത്ര കാലം കഴിഞ്ഞാലും ഇത് നിനക്കുള്ളത് തന്നെയാ. അമ്മയുടെ വലിയൊരാഗ്രഹം അച്ഛൻ നിറവേറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് മോളിത് വാങ്ങണം. സ്നേഹ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.